എന്തായിരുന്നു ഫ്രാങ്ക്ലിന് കോള്? എടാ മൈക്കില് വേഗം അങ്ങോട്ട് എന്നോട് വരാൻ പറഞ്ഞു. എന്താ കാര്യം എന്നറിയില്ല. ഞാനിപ്പോ നേരെ മൈക്കിലിന്റെ വീട്ടിലേക്ക് പോവാ. എടാ ഫ്രാങ്ക്ലിൻ ഞാനും വരട്ടെ? നീയും വന്നു ഷിൻചാനെ, വേഗം പോവാ. ഇപ്പൊ നേരെ മൈക്കിലിന്റെ വീട്ടിലേക്കാണ് ഞാൻ പോകാൻ പോകുന്നത്. എന്തോ ഡേഞ്ചർ മൈക്കിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചർ തന്നെയായിരിക്കും. മൈക്കിൽ എന്തോ വലിയ ഡേഞ്ചറാന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പൊ മൈക്കിലിന്റെ വീട്ടിലേക്ക് പോവാ. നേരെ കാർ എടുത്തിട്ട് മൈക്കിലിന്റെ വീട്ടിലേക്ക് പോവാ. എവിടെ എന്റെ കാർ? ഇവിടെ ഇല്ലല്ലോ. എടാ ഫ്രാങ്ക്ലിന് നിന്റെ കാർ ഇല്ലല്ലോ. എടാ ഞാൻ എപ്പോഴും മറക്കടാ, എന്റെ കാർ ഉള്ള പോലെ ഞാൻ വിചാരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? വാ നെയ്ബറിന്റെ എടുക്കാം. എടാ നീ നെയ്ബറിന്റെ കാർ എന്ന് എടുക്കുന്നോണ്ട് നെയ്ബർ സെക്യൂരിറ്റി ഗാർഡ്സിനെ വെച്ചിട്ടുണ്ട്. ശരിക്കും? ആടാ ശരിക്കും. നോക്കട്ടെ ഇവിടെ എവിടെ സെക്യൂരിറ്റി ഗാർഡ് അല്ലേ? ഞാൻ കാർ അതവിടെ ഒരു സൂപ്പർ കാർ പുതിയത് യെല്ലോ കളർ, ഞാൻ അതെടുക്കും. സെക്യൂരിറ്റി ഗാർഡ്സ് അയാളെന്നെ കണ്ടു. എടാ മൈക്കിലെ അല്ല ഫ്രാങ്ക്ലിനെ ഇനി എങ്ങനെ നീ എടുക്ക? എടാ ഷിൻചാനെ വാ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഇന്ന് ആ സൂപ്പർ കാർ എടുക്കും. ഇവിടെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. അയാൾ എന്റെ സൗണ്ട് കേട്ടു എന്നാ തോന്നുന്നു. അയാളെ കൊല്ല. ചത്തു. ഓക്കെ ഫസ്റ്റ് അതവിടെ വേറൊരുത്തൻ. അവിടെ കൊല്ല വേറെ വെപ്പം എടുക്കാം. ഈ ഇത് വെച്ചിട്ട് ഹാമർ വെച്ച് തലക്കടിക്കാം. എങ്ങനെ? ഒളിച്ചേക്ക്. എന്താണ് അയാൾ എന്നെ കണ്ടാ? ഷിൻചാൻ ഒന്നും അറിയാത്തോളൂ. അയാൾ കണ്ടില്ല. അയാളെ കൊല്ല. അയാളുടെ മറ്റേ ആൾ ഇപ്പൊ നടന്നിങ്ങോട്ട് വരും. അയാൾ നടന്നു വരുമ്പോ തന്നെ കൊല്ല. എങ്ങനെയെങ്കിലും എനിക്ക് ആ സൂപ്പർ കാർ അടിച്ചു മാറ്റണം. ഈ സൂപ്പർ കാർ നെയ്ബർ എത്ര സെക്യൂരിറ്റി ആക്കിയാലും ഞാൻ ഈ സൂപ്പർ കാർ അടിച്ചു മാറ്റി. കാരണം ഞാനൊരു പ്രോ സ്റ്റീലറാ. അയാൾ വാ. അയാളെന്താ ചാടുന്നു? അയാൾക്ക് എന്തോ ഡൗട്ടായി തോന്നുന്നു. അയാളുടെ അടുത്തേക്ക് വേണോ ഷിൻചാനെ? ആടാ നമ്മൾ അങ്ങോട്ട് ചിലപ്പോ ഡേഞ്ചർ ആയിരിക്കും. എടാ അയാൾ അവിടെ തന്നെ എന്തോ ചെയ്യാടാ? നടക്കാം. വാ. ഞാൻ മല്ലേ കണ്ട അയാള് കുളിച്ചൊക്കെ ഷിൻചാനെ. കണ്ടില്ല. വാ. യോ ബോയ്. ചത്തു. അയാള് ചത്തു. ഷിൻചാനെ നീ എന്താ കാണിക്കുന്നത്? നീ എണീക്ക്. ഇയാളെന്താ ചാവാത്തെ? കൊന്നു. എടാ പോലീസ് എത്തി. നെയ്ബർ ഇതറിഞ്ഞ? ഷിൻചാനെ വേഗം വാ. ഞാൻ ആ കാർ എടുത്തോണ്ട് വരാം. എടാ അയാള് പോലീസിനെ വിളിച്ച്. ഇയാൾ എന്നിട്ട് പറഞ്ഞില്ല. മണ്ടൻ ചാവ്. എടാ ഞാൻ വേഗം സൂപ്പർ കാർ എടുക്കാം. എങ്ങനെയും ആ സൂപ്പർ കാർ ഇപ്പൊ എങ്ങനെയും ഞാൻ എടുക്കാൻ പോവാ. കാരണം അത് എടുത്തിട്ട് വേണം മൈക്കലിന്റെ വീട്ടിലേക്ക് പോവാൻ. ചാവ്. ഓക്കെ ഇവിടെ ഉണ്ടാകുന്ന എല്ലാ എണ്ണത്തെയും കൊന്നു. ഞാൻ മേളിൽ കയറാതി. ആ മുകളിലൊരുത്തരും കൂടി ഇല്ലേ? അയാളെ ഗണ്ണ് വെച്ചോ അല്ല. ഇനി എന്തായാലും പോലീസ് നമ്മളെ പിടിക്കാൻ വരുന്നുണ്ട്. യോ ബോയ് സർപ്രൈസ്. ഓക്കെ ആളും ചത്തു. ഇത് കാർ സൂപ്പർ കാർ. ഇതെടുത്തോണ്ട് നേരെ ഇപ്പൊ മൈക്കിന്റെ വീട്ടിൽ പോകണം. മൈക്കിലെ ഡേഞ്ചർ എന്തോ കാര്യം എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ നേരെ പോവാ. നമ്മളെ പിടിക്കാൻ പോലീസ് വരുന്നുണ്ട്. പക്ഷെ കാർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ സുഖമായിട്ട് പോകും. ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് പെർഫെക്റ്റ് ലാൻഡിങ്. എടാ ഷിൻചാനെ വേമ്പ കേറി വേം വണ്ടിക്കകത്ത്. കേറി ഷിൻചാനെ വന്നിട്ട് ഇവര് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. നമ്മള് ഷൂട്ട് ചെയ്തു. ഞാൻ കണ്ടു. അത് കുഴപ്പമില്ല. നമുക്കിപ്പോ നേരെ മൈക്കലിന്റെ വീട്ടിലേക്ക് പോവാം. എന്താ ഡേഞ്ചർ എന്ന് അറിയില്ല. എന്താണേലും മൈക്കലിനെ ഇന്ന് സഹായിക്കണം. ഈ കാർ എന്താ കൺട്രോളേ കിട്ടുന്നില്ല. ഞാൻ നേരെ ഓടിച്ചോളാം. ഇപ്പൊ നേരെ പോകുന്ന മൈക്കിളിന്റെ വീട്ടിലേക്ക്. ഓടിച്ചിട്ട് മൈക്കിളിന്റെ വീട്ടിലെത്തി. ആടാ എനിക്കറിയാം. ഇതെന്താ ഫയർഫോഴ്സിന്റെ വണ്ടി ഇവിടെ. എനിക്കിപ്പോ മൈക്കിളിനെ കാണണം. എങ്ങനെയെങ്കിലും എനിക്കിപ്പോ മൈക്കിളിനെ കാണും. ഇവിടെ കുറെ ആൾക്കാരൊക്കെ. ഇത് സെക്യൂരിറ്റി ഗാർഡ്സ് അല്ലേ? എടാ ഷിൻചാനെ ഇറങ്ങ്. എനിക്കറിയില്ലടാ. ഇവരോട് ചോദിച്ചു നോക്കാം. ഹേയ് മാൻ, മൈക്കിൾ എവിടെയാ? നീയാണ് ഫ്രാങ്ക്ലിൻ? അതെ. മൈക്കിന്റെ ഫ്രണ്ടിലുണ്ട്. വേഗം പോയിട്ട് സംസാരിക്കാനുണ്ട്. വേഗം പോ. വേഗോ? ഓക്കെ വേറെ ഈ ഫ്രണ്ടിലോട്ട് പോവാം. പൂളില്ലാത്ത സ്ഥലത്താണെന്നാ പറഞ്ഞത്. എന്തോ പ്രശ്നമുള്ള പോലെ ഫ്രാങ്ക്ലിനെ. ആടാ എനിക്കും തോന്നുന്നുണ്ട് എന്തോ പ്രശ്നമുള്ള പോലെ. എന്താ നോക്കാം. അവിടെ കുറെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളിപ്പോ വന്നില്ല. ഞാൻ എന്തായാലും പോയിട്ട് നോക്കട്ടെ എന്തോ സംഭവം. ഇതെന്താ കുറെ ഡോക്ടേഴ്സ്. എടാ മൈക്കില് താഴെ കിടക്കുന്നു. ഓനോ ഹലോ മൈക്കില്. ഫ്രാങ്ക്ലിനെ. എടാ മൈക്കിൽ എന്താ പറ്റിയേ? ഇതാര് ചെയ്തേ? ഗ്രീൻ ഗ്യാങ് ചെയ്തേ. അവരെന്താ ചെയ്തേ? എന്റെ ഏറ്റവും വില കൂടിയ കാർ ഞാൻ കസ്റ്റം മെയ്ഡ് ആയിട്ട് ബിൽഡ് ചെയ്ത മോഡിഫൈഡ് കാറില്ലേ? ആടാ നിന്റെ സൂപ്പർ കാർ. അത് ഗ്രീൻ ഗ്യാങ് കൊണ്ടുപോടാ. നിനക്ക് പ്രശ്നം എന്തെങ്കിലും ഉണ്ട് ഇപ്പോ? എനിക്കിപ്പോ ഇവര് ഓക്കെ ആവുന്ന പറഞ്ഞ പ്രശ്നമില്ല. നീ പോയിട്ട് കാർ വേഗം എടുക്ക്. അതെന്റെ ഫേവറേറ്റ് കാറാ.
ആ ഓക്കെ മൈക്കിലെ ഞാൻ എടുക്കാം എടി ഇവിടെ കുറെ ഫയർഫോഴ്സിന്റെ ആൾക്കാർ എല്ലാം ഉണ്ട്. മൈക്കിലാണെങ്കിൽ പറഞ്ഞത് ഇപ്പൊ പോയിട്ട് എന്നോട് ആ കാർ എടുത്തിട്ട് വരാനാ. മൈക്കിൽ പറഞ്ഞ ഞാൻ എന്തായാലും ചെയ്യും, കാരണം സ്പോർട്സ് കാർ മൈക്കിളിന്റെ ഫേവറേറ്റ് കാറാണ്, ഞാൻ എന്തായാലും എടുക്കും. എടാ ഷിൻചാനെ നീ കേട്ടില്ലല്ല? ആ ഫ്രാങ്ക്ലിൻ ഞാൻ കേട്ടു. വാ നമുക്ക് ഒരു മൈക്കിളിന് വേണ്ടിട്ടാ, മൈക്കിൾ അങ്കിളിന് വേണ്ടിട്ടാ കാർ എടുക്കാം. ആടാ എടുക്കാം. ഞാനും ഷിൻചാനും കൂടി ഇപ്പൊ പോയിട്ട് നേരെ കാർ എടുക്കാൻ പോവാ. എന്റെ ഫേവറേറ്റ് കാർ ലിസ്റ്റിലുള്ള ഒരു കാറാണ് ഈ പറഞ്ഞ മൈക്കലിന്റെ കാറ്. അതുകൊണ്ട് എനിക്ക് ഇത് എടുത്ത് കൊടുത്തേ പറ്റൂ. എന്തായാലും ഞാൻ ഇത് എടുത്ത് കൊടുത്തു. എടാ ഷിൻചാനെ വേം വാ കേറ്. എടാ ഫ്രാങ്ക്ലിൻ ഞാൻ വരുന്നുണ്ട്. കേറ് ഞാൻ ഇപ്പൊ നിന്നെ ഇടിച്ചാനറിയാതെ. വേഗം കേറ്. A few moments later. ഈ ഫ്രണ്ടിൽ കാണുന്ന ഗ്രീൻ ഗാങ്ങിന്റെ കൺസ്ട്രക്ഷൻ ഏരിയ, ഇതിന്റെ മേളില് മൈക്കലിന്റെ സൂപ്പർ കസ്റ്റം മോഡിഫൈഡ് കാർ ഉണ്ട്, അത് എടുക്കണം. ഫ്രാങ്ക്ലിൻ അത് നിന്നെ കൊണ്ട് പറ്റുമോ? ആ ഷിൻചാനെ പറ്റുവാ, നീ ഇറങ്ങ്. വേഗം നമുക്ക് ഇവിടെ കാണുന്ന ഓരോരുത്തരും നോക്കാക്കാം. ആ ഫ്രാങ്ക്ലിൻ നീ നടന്നു, ഫസ്റ്റ് ഇവനെ നോക്കി. ആടെ ഞാൻ നോക്കിയാ എങ്ങനെയെങ്കിലും എനിക്ക് ആ സൂപ്പർ കാർ തിരിച്ചെടുക്കണം, മൈക്കലിന് കൊടുക്കണം. ചാവ്. ഓക്കെ ഒരുത്തൻ ചത്തു. ഇതാരാ? എടാ ഉമ്മാരി താനേതല്ലോ? എടാ ഗ്രീൻ ഗാങ്ങിന്റെ ടീമാന്ന് തോന്നുന്നു. വെയിറ്റ്, അവനെയും കൊന്നു. ഷിൻചാൻ നീ ഇറങ്ങി വേഗം. ആടെ ഞാൻ പോന്നിട്ട് നീ വേഗം ഓടിവാ. എടാ ഇവിടെ ആരെ കണ്ടാലും നോക്കിയിട. വെയിറ്റ്, ഇവനെ തള്ളിയിട അങ്ങോട്ട്. ഫ്രണ്ടോട്ട് പോയി. അവൻ ചത്തു. അവിടെ ഒത്തിരി കൂടി ഉണ്ടല്ലോ. എടി ഇവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും മേളിൽ വരെത്തണം. അവിടെയാണ് സൂപ്പർ കാർ ഉള്ളത്. അതാണ് മെയിൻ ഏരിയ ഈ ഗ്രീൻ ഗാങ്ങിന്റെ. ഇപ്പം അവിടെ തലക്കടിച്ചു ടങ് പറഞ്ഞിട്ട്. അവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. അവൻ്റെ ആണെങ്കിൽ കുറച്ച് പവർഫുൾ ഗണ്ണാണ് കിട്ടി വെച്ചേക്കുന്നത്. ഫ്രാങ്ക്ലിൻ സൂക്ഷിക്കാൻ അവനെ നോക്കിയപ്പോ എനിക്കെന്തോ അവനെ കണ്ടിട്ട് കുറച്ച് പ്രശ്നമുള്ള പോലെയുണ്ട്. എനിക്കുണ്ട്. അവനെ കാണും. ഷിൻചാൻ ഇങ്ങോട്ട് വാ. അവൻ കണ്ടില്ല. എല്ലാരും കൊതു. ഇനി ഒറ്റെടുത്തൽ. എടി ഈ മണ്ടനാണ് നമ്മളെ നോക്കേണ്ടതാ വരുന്നുണ്ടോന്ന്. ആൻഡ് അവൻ നേരെ നോക്കാത്തോണ്ട് എനിക്കിപ്പൊ കേറാൻ പറ്റും. ഞാനിപ്പോ ഇവനെ കൊല്ലാൻ പോവാ. ഇപ്പം അങ്ങനെ എല്ലാരും ഞാൻ കൊന്നു. എനിക്കിനി മേളിൽ കയറി കാർ എടുക്കാം. വാട്ട് എടി ഇവന്മാർ ഇത്രയും പേരുണ്ടായിരുന്നു മേളില്. ഇവന്മാരിൽ ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്യുന്ന എന്റെ ലൈഫ് പോത്. എടാ ലൈഫോ. ലാസ്റ്റത്തെ ഞാൻ ടങ് പറഞ്ഞ അടിക്കുള്ളൂ. ചാവ്. അവന്റെ ഗണ്ണ് ഏതാ സീൻ? എന്തായാലും ഞാൻ കൊന്നു. ഇവൻ ചത്തില്ലേ? നീ എന്താ ചാവാത്തെ? ചത്ത്. ഓക്കെ എല്ലാരും ചത്തു. ഷിൻചാനെ ഞാൻ എല്ലാരും കൊന്നില്ലേ? എടാ പക്ഷെ സൂപ്പർ കാർ എവിടെ? സൂപ്പർ കാർ കാണുന്നില്ലല്ലോ. എടാ തപ്പി നോക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന്. എടാ സൂപ്പർ കാർ കാണുന്നില്ല. ഇവന്മാരോട് ചോദിക്കണം. ഡേ ആർക്കെങ്കിലും ജീവനുള്ള? എടാ ഒരുത്തനെങ്കിലും ജീവനുണ്ടോ? എടാ ഡേ നിന്നെ ഞാൻ ഇപ്പൊ അവസാനത്തെ നിന്റെ പ്രത്താ. നീ വേഗം പറഞ്ഞോ. എന്ത്? നീ എവിടെയാണ് ഈ മൈക്കലിന്റെ കസ്റ്റം സൂപ്പർ കാർ വെച്ചേക്കുന്നേ? അത് ഞങ്ങളുടെ ഇല്ല. അതിപ്പോ വന്ന് പോലീസുകാർ എടുത്തോണ്ട്. അത് പോലീസ് സ്റ്റേഷനിലാ. പോലീസ് സ്റ്റേഷനിലാണോ? ഓക്കെ അത് പറഞ്ഞോണ്ട് ഇവനെ കൊല്ലാതെ വെറുതെ ഇടാ. കൊല്ലണ്ട, ഞാൻ ഒന്ന് ചവിട്ടട്ടെ. എടാ വിട്ടേക്കടാ. അപ്പൊ ഇപ്പൊ നേരെ നമുക്ക് ഈ ഹെലികോപ്റ്റർ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അവിടെ ഈ സൂപ്പർ കാർ കസ്റ്റം മെയ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞ്. സോ അത് തിരിച്ചെടുക്കണം. എങ്ങനെയെങ്കിലും എടുക്കണം. എനിക്ക് മൈക്കെല്ലാം സൂപ്പർ കാർ കൊടുക്കണം. ഷിൻചാനെ വേഗം വണ്ടിക്കകത്ത് കയറ്. ഞാൻ ടേക്ക് ഓഫ് ചെയ്യാ. ഞാനിപ്പോ നേരെ നിന്നെയും കൂട്ടിക്കൊണ്ട് നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്കാ. എനിക്കറിയാം. എടാ നല്ല ഡേഞ്ചർ ആയിരിക്കും ഷിൻചാനെ. എടാ അറിയാണ്ട് ചെറുതായിട്ടൊന്ന് ഇടിച്ചു എന്ന് തോന്നുന്നു. വെയിറ്റ്, ഞാൻ അത് മുകളിലോട്ട് എടുക്കാം. പഠിക്കണ്ട. എടാ ഞാൻ അത് മുകളിലോട്ട് എടുത്തോളും. പൊട്ടിത്തെറിക്കോ? ഇല്ലടാ പേടിക്കാണ്ട്. ഇതൊക്കെ എനിക്ക് സിമ്പിളാണ്. നീ എന്നെ കൊല്ലും. ഇല്ലടാ ഞാൻ ഇത് മുകളിലോട്ട് എടുക്കാൻ പോവാ. കണ്ട ടേക്ക് ഓഫ് ആവുന്നുണ്ട്. എടാ ഞാൻ എടുത്തു. കണ്ട ഇത്രയല്ലോ. എന്തായാലും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. നീ ഇത് കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്യണേ. ഞാൻ ലാൻഡ് ചെയ്തോളാം. അവിടെ നീ സൂപ്പർ കാർ മൈക്കലിന്റെ ഞാൻ കസ്റ്റം സൂപ്പർ കാർ ഞാൻ ഇന്ന് എടുക്കാൻ പോവാ. ലെറ്റ്സ് ഗോ ടു പോലീസ് സ്റ്റേഷൻ. A few moments later. എടാ ഫ്രാങ്ക്ലിനെ അതല്ലേ പോലീസ് സ്റ്റേഷൻ? ആടാ അതോ ഇവിടെ ആ മോഡിഫൈഡ് കാർ. ഫ്രാങ്ക്ലിൻ അത് എടുക്ക്. ഇതെങ്ങനെ താഴെ ഒന്ന് ഇറക്കുക? എടാ നീ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്ക്. ഇറക്കാ ഷിൻചാനെ. നമ്മളെ പോലീസ് പിടിക്കാൻ വരുമായിരിക്കും. ഇത് ഇവിടെ നിർത്തി ആ പണി കിട്ടും. എന്തായാലും പെട്ടെന്ന് ഇവിടുന്ന് പോവാ. ഈ കാർ എടുക്കുന്നു, ഇവിടുന്ന് പോകുന്നു. ഇറങ്ങ ഷിൻചാനെ, ഇറങ്ങ വേഗം ഇറങ്ങടാ. ഇവിടെ രണ്ടാൾക്കാരേ ഉള്ളു. ഞാൻ അവര് നോക്കിയ. ഇവര് നമ്മളെ കണ്ടില്ലേ ഇവന്മാര്?
പോലീസ് പിടിക്കാൻ വരുന്നുണ്ട്, ഓഫീസേഴ്സ് മുകളിൽ വരുന്നുണ്ട്. ഷിൻചാൻ ഇറങ്ങ്, ഈ വണ്ടി കയറ്. എടി ഇതാണ് ഞാൻ പറഞ്ഞ കാറ്, മോഡിഫൈഡ് മൈക്കലിന്റെ കാർ. സ്ട്രൈക്ക് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ പച്ച കളറിൽ. ഇതിന്റെ സ്പീഡ് ചുമ്മാ സീന. വേഗം ഷിൻചാൻ ഇറങ്ങി. ഞാൻ ഇറങ്ങിപ്പോ പോവാ. ഇതെടുത്തിട്ട് പോ. ഇപ്പൊ നമ്മളെ പിടിക്കാൻ പോലീസ് വരുന്നുണ്ട്, കുറച്ച് സീന. നീ വേഗം വണ്ടിക്കകത്ത് കയറിക്കേ. ഞാൻ വിട്ടോ. ആടാ ഞാൻ ഇതിന്റെ പവർ കാണിച്ചത്. ഇതിന്റെ പവർ എനിക്ക് പറഞ്ഞാ മനസ്സിലാവില്ല, കാണിച്ചു തരാൻ. വെയിറ്റ്. എടാ ഇത് ചെറുതായിട്ടൊരു പ്രശ്നമുണ്ട്. എന്താ ഫ്രാങ്ക്ലിനെ? എടാ ഇവിടുന്ന് ഇറക്കണ്ടേ, അതൊരു ടാസ്ക് ആണ്. ഇത് ഭയങ്കരമായിട്ട് ഡ്രിഫ്റ്റ് ആവുന്നടാ, എനിക്ക് കൺട്രോളിൽ കിട്ടുന്നില്ല. ഇതാണെങ്കിൽ ഇവിടെ ഇറക്കാനും പറ്റുന്നില്ലല്ലോ. എന്ത് ചെയ്യും ഫ്രാങ്ക്ലിനെ? എടാ ഞാൻ ഇറക്കാം, പേടിക്കണ്ട, എനിക്ക് ടാസ്കില്ല. ഒന്നോ, ആ ഹെലികോപ്റ്റർ പൊട്ടി ഇത് തട്ടിയപ്പോ. ഏതാ പവർ ഇതിന്റെ? ഇതിന്റെ പവർ കാണിക്ക്. ഇത് ഞാൻ ഇറക്കാൻ നൈസായിട്ട് ഇതൊന്ന് താഴോട്ട് ഇറക്കട്ടെ. ആടെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഇതെങ്ങനെയെങ്കിലും താഴോട്ട് വേണ്ടി വന്ന്. ഇതെങ്ങനെ ഇപ്പൊ ഒന്ന് വിരുത്തുക? ഇതെങ്ങനെയൊന്ന് വിരുത്തുക? ഇതൊന്ന് താഴോട്ട് വീഴ്. ഇത് താഴോട്ട് വീണൊന്ന് ഇറക്കായിരുന്നു, പക്ഷെ താഴോട്ട് വീഴുന്നില്ല ഈ സാധനം. ഈ വണ്ടി എങ്ങനെ താഴോട്ട് വീഴ്ത്താ? പറ്റും. പോയി കുറച്ച് ഫ്രണ്ടിലോട്ട് വേണം. ഫൈൻഡ് ഡ്രിഫ്റ്റ് ചെയ്യാ. ആടെ ഞാൻ ഇറക്കി. യെസ്, സക്സസ്ഫുള്ളി ഞാൻ താഴെ ഇറക്കി. വെയിറ്റ്, ഇത് ഇവിടുന്ന് പുറത്തിറക്കട്ടെ. ഏതാ ബോയ്, ഇതിന്റെ ഡ്രിഫ്റ്റിങ് വേറെ ലെവല്. എന്റെ മോനെ ചുമ്മാ സീൻ. ഇതിന്റെ സ്പീഡ് കണ്ടാ? എടാ ഇത് വിഷയം കാർ കേട്ടോ. ഇതെന്തായാലും മൈക്കിളിന് ഞാൻ കൊണ്ടുപോയി കൊടുത്തേക്കാം. മൈക്കിളിന്റെ ആഗ്രഹം തീരട്ടെ. സോ മൈക്കിൾ ഇപ്പോൾ ഹോസ്പിറ്റലിലായിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ കാണും. സോ അപ്പോഴേക്ക് നമ്മൾ ഈ കാർ എന്തായാലും മൈക്കിളിന് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്തായാലും ലൈക്ക് അടിച്ചേക്ക്. ഇന്ന് ചുമ്മാ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായി, എന്നിട്ട് നമ്മൾ എന്തായാലും ഇത് സോൾവ് ചെയ്തു. മൈക്കിളിന്റെ പ്രശ്നമായിരുന്നു, നമ്മൾ എന്നിട്ട് സോൾവ് ചെയ്ത് കൊടുത്തു. കാരണം മൈക്കിൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിച്ചേക്കും. സോ ഇന്നത്തേക്ക് ബൈ.